സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് ബി.ജെ.പി. ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രതിനിധികൾ വിയോജിപ്പ് അറിയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ആകണം പരിഷ്കരണം എന്നതാണ് പ്രധാന ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കാവൂ എന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വിളിച്ച യോഗത്തിൽ LDF-ലെയും UDF-ലെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഇരട്ട വോട്ടു ചേർത്തെന്ന ആരോപണങ്ങൾ പരിഹരിക്കാൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെയേ കഴിയൂ എന്ന് അഭിപ്രായപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ CPIM നേതാവ് M.V. ജയരാജൻ രൂക്ഷമായി വിമർശിച്ചു. ബീഹാർ മാതൃകയിലൂടെ നടപ്പാക്കാനാണെങ്കിൽ അത് നമുക്കൊട്ടും യോജിക്കാൻ കഴിയില്ല. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയുള്ള താരതമ്യം ഒഴിവാക്കണമെന്നും കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകളോടൊപ്പം റേഷൻ കാർഡ് കൂട്ടിച്ചേർക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർ പട്ടിക പരിഷ്കരണം പ്രായോഗികമല്ലെന്നും നേതാക്കൾ പറഞ്ഞു. റേഷൻ കാർഡ് പോലും ഇതിനകത്ത് ഒരു ഡോക്യുമെന്റായി വന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു ഇൻസഫിഷ്യന്റ് ആണ് ഡോക്യുമെന്റിന്റെ കാര്യം. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ BJP സ്വാഗതം ചെയ്തു. ഇവിടെ സംസാരിച്ച എല്ലാവരും ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ സ്വീകരിച്ചു. എല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യം അതിൻ്റെ മർമ്മപ്രധാനമായ പരിശോധന ഒരു രാജ്യത്തിന് സ്വാഭാവികമാണ്. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രതികരിച്ചു. നിങ്ങൾ തരുന്ന എല്ലാ പരാതി നേരിട്ട് CO ഇല്ലെങ്കിൽ DO, അതായത് ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഈ അവസരത്തിൽ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് പൂർണ്ണ തോതിലുള്ള SIR നടപടികളിലേക്ക് കടക്കാനാണ് സംസ്ഥാന കമ്മീഷന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.